ഹലോ നമസ്കാരം. എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. നമ്മളിന്ന് പുതിയ ഒരു നോവലാണ് തുടങ്ങുന്നത്. കമല ഗോവിന്ദിൻ്റെ വൈഗ IPS എന്ന നോവലാണ് നമ്മൾ ഇന്ന് മുതൽ കേൾക്കാൻ പോകുന്നത്. എല്ലാവരുടെയും സഹായ സഹകരണങ്ങളൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ നോവലിലേക്ക് കടക്കുകയാണ്. അതിനു മുമ്പ് ഒരു കാര്യം കൂടി, നിങ്ങളുടെ അഭിപ്രായങ്ങളും വിശേഷങ്ങളും ഒക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അതിൽ നിന്നും നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരാളെ, ബോട്ട് ഉപയോഗിച്ച് തിരഞ്ഞെടുക്കുന്ന ഒരാളെ, ഒരാഴ്ചയിൽ ഒരാൾക്ക് എന്ന പോലെ നമ്മൾ അവർക്കൊരു ഗിഫ്റ്റ് നൽകുന്നതായിരിക്കും. അപ്പം അധികം താമസിക്കാതെ നിങ്ങളെല്ലാം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വൈഗ IPSൻ്റെ ആദ്യത്തെ ഭാഗത്തിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. കഥ ഇതുവരെ ഡോക്ടർ സത്യദാസിന് 3 പെൺമക്കളാണ്: വൈഗ, മിത്ര, ദയ. മിത്രയുടെ പിറന്നാൾ ദിവസം അവൾ ഗർഭിണിയാണെന്ന വിവരം പുറത്തായി. ചോദ്യം ചെയ്യലിനിടെ സത്യദാസിൻ്റെ അടിയേറ്റ് മിത്ര മരിക്കുന്നു. മിത്രയുടെ ശരീരം ഫ്രീസറിൽ ഒളിപ്പിച്ചിട്ട് സത്യദാസ് ഡ്യൂട്ടിക്ക് പോകുന്നു. തിരിച്ചെത്തുമ്പോൾ കാണുന്നത് ദയ കുത്തേറ്റ് മരിച്ചു കിടക്കുന്നതാണ്. മിത്രയുടെ ശരീരം ഫ്രീസറിൽ ഉണ്ടായിരുന്നുമില്ല. മിത്ര കൊല്ലപ്പെട്ടെന്നും അതിന് പിന്നിൽ അച്ഛനാണെന്നും പോലീസ് ഉദ്യോഗസ്ഥയായ വൈഗ അനുമാനിച്ചു. മുത്തശ്ശി ഈശ്വരി അമ്മ സത്യം വെളിപ്പെടുത്തിയതോടെ സത്യദാസ് അറസ്റ്റ് ചെയ്യപ്പെട്ടു. അമ്മ ദേവകിയുടെ മനോനില തകരാറിലായി. സത്യദാസിൻ്റെ കേസ് അഡ്വക്കേറ്റ് രാജീവ് നമ്പ്യാർ ഏറ്റെടുത്തു. വൈഗ കോഴിക്കോട്ട് പോയി മിത്രയുടെ കൂട്ടുകാരെ ചോദ്യം ചെയ്ത് തിരിച്ചു വരുമ്പോൾ അവളുടെ കാറിന് പിന്നിൽ ഏതോ വാഹനമിടിച്ചിട്ട് നിർത്താതെ പോയി. കഥ ഇതുവരെയാണുള്ളത്. ഇനി അങ്ങോട്ട് നിങ്ങളോടൊപ്പം ഞാനും. അധ്യായം 1. ഊഹിക്കാവുന്നതിലുമധികം ശക്തിയോടെ വൈഗ മടങ്ങുമ്പോൾ ഇരട്ടിക്കഴിഞ്ഞിരുന്നു. ഒറ്റയ്ക്ക് പോന്നതിന് പ്രതാപങ്ങൾ ശാസിച്ചതാണ്. സാരമില്ല. വൈഗ കഴിയുന്നത്ര വേഗത്തിൽ വണ്ടി വിട്ടു. വഴി വിജനം. അപ്പോഴാണ് മൊബൈൽ ശബ്ദിച്ചത്. രേണുകാൻ്റിയാണ്. ഡ്രൈവിങ്ങിനിടയിലെടുത്തു. ഞാൻ മടങ്ങുകയാണ് ആൻറ്റി. ചോദിക്കുന്നതിന് മുമ്പ് ഉത്തരം പറഞ്ഞു. നിന്നെ കൂടി കാണാതായതോടെ ദേവിക ആകെ പരിഭ്രമത്തിലാണ് മോളെ. ഞങ്ങൾ പറഞ്ഞു മടുത്തു. ഞാൻ വേഗം എത്താം ആൻറ്റി. വൈഗ കോള് കട്ടാക്കി മൊബൈൽ സീറ്റിലേക്ക് ഇടുകയായിരുന്നു. സ്ഫോടനം പോലൊരു ശബ്ദം. ഏതോ ഒരു വാഹനം വൈഗയുടെ കാറിൻ്റെ പിന്നിൽ പാഞ്ഞു വന്നിടിച്ചു. കാർ മുന്നോട്ട് കുതിച്ചു വട്ടം കറങ്ങി. ഭാഗ്യം. വണ്ടി വട്ടം തിരിഞ്ഞ് ശക്തമായി ഉലഞ്ഞു നിന്നു. വൈകിയും ശക്തമായി ഉലഞ്ഞു. കൈമുട്ടും തലയും എവിടെയോ തട്ടി വേദനിക്കുന്നു. എന്താണ് സംഭവിച്ചതെന്ന് ഒരു നിമിഷം കഴിഞ്ഞേ തിരിച്ചറിഞ്ഞുള്ളൂ. അപ്പോഴേക്കും ആ വണ്ടി ദൂരെ മറഞ്ഞിരുന്നു. മുഖം തിരിക്കുമ്പോൾ ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ വൈഗ കണ്ടു. കാറിന് വെളിയിൽ 4-5 പേർ. അതിലൊരാൾ സൈഡ് ഗ്ലാസ്സിൽ തട്ടുന്നുണ്ട്. കാറിനുള്ളിലെ ലൈറ്റ് ഓൺ ചെയ്ത ശേഷം വൈഗ ചില്ലിൽ താഴ്ത്തി. പിന്നിലെ കാറിൽ വന്നവരാണ്. എന്തെങ്കിലും പറ്റിയോ മാഡം? ഒരാൾ ചോദിച്ചു. മറ്റു വണ്ടികൾ സ്ലോ ചെയ്ത് കാര്യം തിരക്കുന്നത് ശ്രദ്ധിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. തലേന്ന് മുട്ടി, സാരമില്ല. അവൾ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി. ഒരു ബ്ലാക്ക് സ്കോർപ്പിയോ ആണ്. ഞങ്ങളെ ഓവർടേക്ക് വന്നതാ. കള്ളാന്ന് തോന്നുന്നു. അതാ ഈ വണ്ടി തട്ടിയിട്ട് നിർത്താതെ പോയത്. നമ്പർ പോലും നോക്കാൻ പറ്റിയില്ല, അവർ പറഞ്ഞു. വൈഗ കാറിൻ്റെ പിന്നിലേക്ക് ചെന്നു. അടുത്ത പോലീസ് സ്റ്റേഷൻ കൽപ്പകഞ്ചേരിയാണ്. വൈഗ അവിടുത്തെ SI ശശികുമാറിനെ മൊബൈലിൽ വിളിച്ച് സംഭവം വിവരിച്ചു. ഇല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. വണ്ടിയുടെ പിൻവശം കുറച്ച് താർന്നിട്ടുണ്ട്. റിയർ ബമ്പറും ഇൻഡിക്കേറ്ററും ഉൾപ്പെടെയുള്ളൂ. ഞാനിത് എത്തി മാഡം, ശശികുമാർ പറഞ്ഞു. വൈഗ പോലീസ് ഓഫീസറാണെന്ന് സംഭാഷണം ശ്രദ്ധിച്ചു നിന്നവർക്ക് മനസ്സിലായി. SI ശശികുമാർ പെട്ടെന്ന് തന്നെ വന്നു. സംഭവം നടന്ന സ്ഥലവും വൈഗയുടെ വണ്ടിയും പരിശോധിച്ചു. നൈറ്റ് പട്രോളിംഗ് ടീമിനോട് പറഞ്ഞിട്ടുണ്ട്. അവർ വണ്ടി പൊക്കിക്കൊള്ളും മാഡം. ശശികുമാർ തുടർന്നു. ഈ വണ്ടി ഇവിടെ കിടക്കട്ടെ. വർക്ക്ഷോപ്പിൽ കൊടുത്ത് പണി തീർത്ത് ഞാൻ എത്തിച്ചോളാം. മാഡത്തിന് പോകാൻ ഞാനൊരു ടാക്സി വിളിക്കാം. കൂടെ വരദനെയും വിടാം. കൂടെ വന്ന കോൺസ്റ്റബിളാണ് വരദൻ. വൈകിക്കും തോന്നി അതാണ് നല്ലതെന്ന്. ടാക്സിയിൽ അവർ യാത്ര തുടർന്നു. സന്ധ്യ കഴിഞ്ഞാൽ ഈ റോഡിലെങ്ങും ആളില്ല മാഡം. ഒരാളെ കൊന്നിട്ടാലും ആരും അറിയില്ല, വരദൻ പറഞ്ഞു. അപ്പോഴാണ് അവളുടെ മൊബൈൽ അടിച്ചത്. പരിചയമില്ലാത്ത നമ്പറാണ്. എങ്കിലും അവൾ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ വൈഗ മാഡം. യെസ്. ഇപ്പോൾ കിട്ടിയത് ഒരു ടെസ്റ്റ് ഡോസാണ്. സാമ്പിൾ വെടിക്കിട്ട്. പൂരം വരാനിരിക്കുന്നതേ ഉള്ളൂ.
കേട്ടോടി, പാറ പോലെ ഉറച്ച ഒരു പുരുഷസ്വരം. വാട്ട്? വൈകിയുടെ ശബ്ദമായിരുന്നു. ഇന്ന് നിൻ്റെ വണ്ടിയൊന്ന് വെട്ടിത്തിരിഞ്ഞതേ ഉള്ളൂ. നിനക്കൊന്നും പറ്റിയില്ല. കൊല്ലാതെ വിട്ടതാടി. അല്പം കരുണ. പക്ഷെ ഇനി അതുണ്ടാവില്ല. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ, അതുമല്ലെങ്കിൽ അതിനടുത്ത നാൾ നീ ഉണ്ടാവില്ലടി പോലീസ് വെച്ച്. ആരാ നിങ്ങൾ? എന്താ നിങ്ങൾക്ക് വേണ്ടത്? അവൾ വീണ്ടും ശബ്ദമുയർത്തി. വരദൻ തിരിഞ്ഞു നോക്കി. ഞാൻ ആരാണെന്ന് നീ അറിയണ്ട. നീ അതറിയാനും പോണില്ല. ഇപ്പോൾ നീ അതങ്ങ് കേട്ടാൽ മതി. പരുക്കൻ ശബ്ദം തുറന്നു. നിന്റെ തന്തയ്ക്ക് ജാമ്യം എടുക്കാൻ ആ വക്കീൽ തുനിഞ്ഞാലുണ്ടല്ലോ, അവൻ കോടതിയിലെത്തില്ലടി. പകരം നടു റോട്ടിൽ ചതഞ്ഞരയും, മാംസപ്പിണ്ടമാകും. നീയും അതുപോലെ ചതഞ്ഞരയും. മിത്രയ്ക്ക് എന്താ സംഭവിച്ചതെന്ന് നിനക്കറിയണം അല്ലടി? അതറിയാൻ ഇറങ്ങരുത് നീ. യു റാസ്കൽ. വൈകിയുടെ നിയന്ത്രണം വിട്ടു. നിർത്തടി. തുടർന്ന് കേട്ടത് പച്ചത്തെറി. മര്യാദയ്ക്ക് ആ മജിസ്ട്രേറ്റിൻ്റെ മോനെയും കിട്ടി ജീവിക്കാൻ നോക്ക്, അല്ലെങ്കിൽ അരച്ചുരുട്ടു ഞാൻ. കേട്ടോടി. കോള് കട്ടായി. വൈക ഒരു നിമിഷത്തേക്ക് നടുങ്ങിപ്പോയി. കള്ള് കുടിച്ച് ലെക്ക് കെട്ട് ഓവർടേക്ക് ചെയ്ത് വന്നപ്പോഴുണ്ടായ അബദ്ധമല്ല അല്പം മുമ്പ് നടന്നത്. തന്നെ ലക്ഷ്യമിട്ട് കരുതിക്കൂട്ടി ചെയ്തതാണ്. തൻ്റെ അന്വേഷണം തടയാൻ, അച്ഛൻ്റെ ജാമ്യം മുടക്കാൻ. വൈക എസ് ഐ ശശികുമാറിൻ്റെ നമ്പറിലേക്ക് വിളിച്ച് തനിക്ക് വന്ന ഫോൺ കോളിനെക്കുറിച്ച് വിശദീകരിച്ചു. ശരി മാഡം, അപ്പോൾ ഇതൊരു മർഡർ അറ്റംപ്റ്റ് ആയിരുന്നു അല്ലേ? അതെ. എത്രയും വേഗം ആ വണ്ടി കണ്ടെത്തണം. മൊബൈൽ നമ്പറും ട്രേസ് ചെയ്യണം. വൈക കോൾ കട്ട് ചെയ്തിട്ട് തന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയ നമ്പർ ശശികുമാറിന് മെസ്സേജ് ചെയ്തു. പിന്നെ അവൾ SP വിൻസെൻ്റ് തോമസിനെ വിളിച്ച് നടന്ന സംഭവം വിവരിച്ചു. അപ്പോൾ മിത്രയുടെ മരണം ഡോക്ടർക്ക് പറ്റിയ ഒരു കയ്യബദ്ധം മാത്രമല്ല, അതിനും അപ്പുറത്ത് മറ്റെന്തൊക്കെയോ ഉണ്ടല്ലേ? ഉണ്ട് സാർ. ഞാനിപ്പോൾ തന്നെ മലപ്പുറം SP യെയും കോഴിക്കോട് സിറ്റി കമ്മീഷണറെയും വിളിച്ച് കാര്യങ്ങൾ അറിയിക്കാം. അവരവിടെ വേണ്ടത് ചെയ്തോളും. ഓക്കെ സാർ, നാളെ രാവിലെ ഞാനെത്താം. ശരി. വൈക പിന്നെ വിളിച്ചത് അഡ്വക്കേറ്റ് രാജീവ് നമ്പേരെയാണ്. മാഡം പറയണം. വൈകയുടെ നമ്പർ കണ്ടപാടെ അയാൾ പറഞ്ഞു. നാളെ രാവിലെ എനിക്ക് വക്കീലിനൊന്ന് കാണണം. ഇറ്റ്സ് എ വെരി അർജൻറ്റ്. ഞാനെത്തും മാഡം. കോള് കട്ടാക്കുമ്പോൾ വൈകയുടെ മുഖം വലിഞ്ഞു മുറുകിയിരുന്നു. വെളുപ്പിനാണ് വൈക വീട്ടിലെത്തിയത്. ഒന്ന് കിടന്നതേ ഉള്ളൂ, ഉറക്കം വന്നില്ല. എന്നിട്ടും അഡ്വക്കേറ്റ് രാജീവ് വന്നപ്പോഴേക്കും വൈക കുളിച്ച് താഴെ എത്തിയിരുന്നു. ദേവിക രാത്രിയിൽ ബഹളം വെച്ചതുകൊണ്ട് വൈകിയാണ് എല്ലാവരും ഉറങ്ങിയത്. അതുകൊണ്ട് ആരും ഉണർന്നിരുന്നില്ല. രാജീവിനെ ഹാളിൽ തന്നെ സ്വീകരിച്ചിരുത്തി. വൈക കൊടുത്ത ചായ സിപ്പ് ചെയ്തുകൊണ്ട് രാജീവ് ചോദിച്ചു, എന്താ മാഡം ഇത്ര വലിയ അത്യാവശ്യം? സോഫയിൽ ചാരി ഇരിക്കുകയാണ് അയാൾ. എതിരെ സെറ്റിൽ വൈകയായിരുന്നു. അച്ഛൻ്റെ ജാമ്യം നിഷേധിക്കാൻ ലക്ഷങ്ങൾ വാരിയെറിയുന്ന ശത്രുക്കളെക്കുറിച്ച് വക്കീൽ ഇന്നലെ പറഞ്ഞില്ലേ? ഉവ്വ്. എൻ്റെ അച്ഛന് മുമ്പ് ശത്രുക്കൾ ഉണ്ടായിരുന്നില്ല. ഉണ്ടായത് ഇവിടുത്തെ ക്രൂരമായ സംഭവത്തിന് ശേഷം. 2 പേരാണവർ. ഒന്ന് പ്രസാദ് പത്തനാടൻ, മറ്റൊരാൾ മജിസ്ട്രേറ്റ് വിനയചന്ദ്രൻ സാറ്. അവരുമായിട്ടെന്താ ശത്രുത? വൈക ചുരുക്കി പറഞ്ഞു. മിത്രയുടെ കാമുകനെന്ന നിലയിൽ ഡോക്ടർ സത്യദാസ് ഷാനുപ്രസാദിനെ ഉപദ്രവിച്ചത്. കാർത്തികിനും തനിക്കുമിടയിൽ നിന്നും അച്ഛനും വിജയേന്ദ്രൻ സാറും ശത്രുക്കളായത്. എല്ലാം കേട്ടപ്പോൾ രാജീവിൻ്റെ മുഖത്ത് ചുളിവ് വീണു. അങ്ങനെയാണല്ലേ? പക്ഷേ മാഡം ഇതിപ്പോൾ പറയാൻ കാരണം? ഇന്നലെ രാത്രി കോഴിക്കോട്ട് നിന്ന് വരുമ്പോൾ എനിക്ക് നേരെ ഒരു മർഡർ അറ്റംപ്റ്റ് ഉണ്ടായി. പിന്നെ ഫോണിലൂടെ ഒരു ഭീഷണിയും. ആരായിരിക്കും അതിന് പിന്നിൽ? വിജയചന്ദ്രൻ സാറിനെ വിടാം. എനിക്ക് തോന്നുന്നത് ആ പ്രസാദ് പത്തനാടനാണെന്ന്. അച്ഛൻ്റെ അറസ്റ്റ് ആഘോഷിക്കുന്നത് അയാളാണ്. ചാനൽ വഴിയും അയാൾ ഇന്നലെ ആഘോഷിച്ചു അല്ലേ? രാജീവൻ ചെറുതായൊന്ന് പുഞ്ചിരിച്ചു. മാത്രമല്ല, അയാൾ എന്നെ സമീപിച്ചത് സാജൻ മുമ്പിൽ വെച്ചതുപോലെ ഒരു ബ്ലാങ്ക് ചെക്കുമായിട്ടാണ്. അയാളുടെ മകനെ മാഡത്തിൻ്റെ ഫാദർ വല്ലാതെ ഉപദ്രവിച്ചത്രേ. ഗുണ്ടകളെ പോലീസ് വേഷം കെട്ടിച്ച് ആ പയ്യനെ വീട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയതോടെ അവൻ്റെ അമ്മ വീണുപോയി. അവരിപ്പോഴും ഹോസ്പിറ്റലാണ്. അതുകൊണ്ട് അയാളുടെ പക ഇരട്ടിച്ചു. ജാമ്യം നിഷേധിക്കപ്പെടുക എന്നത് ഒറ്റ വാശിയേ ഉള്ളൂ അയാൾക്ക്. രാജീവ് നമ്പ്യാരോട് തുറന്ന സംസാരം വൈകിക്ക് ഇഷ്ടമായി. പക്ഷെ പത്തനാടൻ ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് നടത്തുമെന്ന് ഞാൻ കരുതുന്നില്ല. എങ്കിലും അയാൾ എന്ത് പറയുന്നെന്ന് നമുക്കൊന്ന് നോക്കാം. രാജീവ് തൻ്റെ മൊബൈലെടുത്ത് പ്രസാദ് പത്തനാടൻ്റെ നമ്പർ ഡയൽ ചെയ്ത ശേഷം സ്പീക്കർ മോഡിലാക്കി. ഹലോ പത്തനാടൻ സാറേ, രാജീവ് വിളിച്ചു. വക്കീൽ സാറേ, എന്താ തീരുമാനം? അതറിയാൻ വെയിറ്റ് ചെയ്യുകയായിരുന്നു. വക്കീൽ എന്നെ സഹായിക്കും ഇല്ലേ?
അതിനുവേണ്ടി എത്ര ലക്ഷം തുലയ്ക്കാനും എനിക്ക് മടിയില്ല. പ്രസാദ് പത്തനാടൻ്റെ ആവേശം വൈകി അറിഞ്ഞു. എന്നെ കുരുക്കാനായിരുന്നോ നിങ്ങളുടെ പുറപ്പാട്? രാജീവ് മുഷിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു. മനസ്സിലായില്ലല്ലോ. വക്കീൽ സാർ എന്താ ഉദ്ദേശിക്കുന്നത്? ഡോക്ടറുടെ മകളെ കൊല്ലാൻ കൊട്ടേഷൻ ടീമിനെ വിട്ടതെന്തിനാ? ഏത്? ആ പോലീസ് കൊച്ചിനെയോ? ഇത് കൊള്ളാമല്ല വക്കീലെ. ഞാൻ എന്തിനാ ആ കൊച്ചിനെ കൊല്ലുന്നത്? അതുതന്നെയാണ് ഞാനും ചോദിച്ചത്. വക്കീൽ എന്നതായി പറയുന്നത്? ഇപ്പം അങ്ങനൊന്നും ചെയ്താൽ എൻ്റെ പണി തീരില്ലേ? കേസ് അന്വേഷണം വിൽസൺ സാറിനല്ലേ? വല്ല മയമുണ്ടോ? എപ്പോൾ അകത്തായെന്ന് നോക്കിയാൽ പോരെ? രാജീവ് ഊറിച്ചിരിച്ചു. അല്ലെങ്കിലും വക്കീലേ, കൊല്ലുകയാണെങ്കിൽ അത് അവനെ വേണ്ടേ? ആ തെണ്ടിക്കഴുവരുടെ മോനെ, ഡോക്ടറെ. പത്തനാടൻ്റെ പല്ലു കടിക്കുന്ന ശബ്ദം കേൾക്കാമായിരുന്നു. ഒരു കുഞ്ഞു പോലും അറിയാണ്ട് അവൻ്റെ കഥ തീർക്കാൻ എനിക്കൊരു കൊട്ടേഷൻ ടീമിൻ്റെയും സഹായം വേണ്ട വക്കീലെ. ഒറ്റ വെട്ടിന് അവൻ്റെ കൊരവള്ളി പറിച്ചെടുക്കാനും നുറുക്കി ചാക്കിൽ കെട്ടി വേമ്പനാട്ട് കായലിൽ തള്ളാനും ഈ പത്തനാടൻ ഒറ്റയ്ക്ക് മതി. ദേഷ്യവും വെറുപ്പും കൊണ്ട് വിറയ്ക്കുകയായിരുന്നു അയാളുടെ സ്വരം. പക്ഷെ ഞാനതിപ്പം ചെയ്യുകയില്ല. എനിക്കവനെ കമ്പേഴിക്കുള്ളിൽ കിട്ടണം. എൻ്റെ മോൻ്റെ ശരീരത്തിൽ വീണ ഓരോ പോറലിനും പലിശയും കൊടുപ്പിച്ചോളാം. വക്കീലവനെ ഒന്ന് അകത്താക്കി തന്നാൽ മതി. പിന്നെ ആ പോലീസ് കച്ചിനെ ആരോരും മുട്ടാനും തട്ടാനും നോക്കിയിട്ടുണ്ടേ വേറെ ആളെ തപ്പ്. എന്നെ വിട്ടേര്. കോള് കട്ടായി. വൈക അതത്രയും കേട്ടു. ജാമ്യം നിഷേധിക്കാനുള്ള അയാളുടെ പരാക്രമത്തിന് പിന്നിലെ ലക്ഷ്യം പിടികിട്ടി. ഞാൻ പറഞ്ഞില്ലേ അയാളല്ലെന്ന്. ഡോക്ടറെയോ മാഡത്തിനെയോ നേരിട്ട് ഉപദ്രവിക്കാൻ അയാൾക്ക് പ്ലാനുണ്ടെങ്കിൽ ഒരിക്കലും അയാൾ വൻ തുകയുമായി എന്നെ സമീപിക്കില്ല. അപ്പോൾ മാഡം അറിയാത്തൊരു കാര്യമുണ്ട്. പറയൂ. മാഡം ഇതുവരെ ഊഹിച്ചിട്ട് പോലുമില്ലാത്ത മൂന്നാം ശത്രു കൂടിയുണ്ട്. പറയൂ. മൂന്നാം ശത്രുവോ? അതാര്? വൈക അമ്പരന്നു. ആരാണെന്ന് കണ്ടെത്തണം. മറഞ്ഞു നിന്നാണ് യുദ്ധം. നേരിൽ വരുന്ന പത്തനാടനെ ഭയക്കാനില്ല. പക്ഷേ മറഞ്ഞു നിൽക്കുന്നവനെ ഭയക്കണം. അമ്പു തറയ്ക്കുന്നത് പോലെ തിരുനെറ്റിക്ക് തന്നെയാവും. വൈകിയുടെ മുഖം വലിഞ്ഞു മുറുകി. ഇന്നലെ ഈ ഗേറ്റിനരികിലെത്തിയപ്പോൾ കൃത്യം അവൻ എന്നെ വിളിച്ചു. അത്രയ്ക്ക് നെറ്റ്വർക്ക് അവനുണ്ട്. ഗേറ്റിനുള്ളിൽ കയറാതെ കേസെടുക്കാതെ മടങ്ങിയാൽ 10 ലക്ഷം എൻ്റെ അക്കൗണ്ടിൽ ആ സെക്കൻഡിൽ ഇട്ടേക്കാമെന്ന്. എൻ്റെ ബാങ്ക് അക്കൗണ്ട് നമ്പർ വരെ അറിഞ്ഞു വച്ചിരിക്കുന്നു അവൻ. എന്തിന്? ഒറ്റ ലക്ഷ്യമേ അവനുള്ളൂ. ഡോക്ടർ ഇനി പുറത്തു വരരുത്. അതവനെ എങ്ങനെയും സാധിക്കും. ഒന്നുകിൽ എന്നെ കൊന്നിട്ട്, അല്ലെങ്കിൽ ഡോക്ടറെ കൊന്നിട്ട്. വൈകിയുടെ മിഴികളൊന്ന് വെട്ടി. അവൻ ആരായാലും അത്രയ്ക്കും അപകടകാരിയാണ്. രാജീവ് ഗൗരവത്തിൽ പറഞ്ഞു. എൻ്റെ മൊബൈലിലേക്ക് വന്ന അവൻ്റെ നമ്പർ ട്രേസ് ചെയ്തപ്പോൾ 6 മാസം മുമ്പ് മരിച്ചുപോയ ഒരുവൻ്റെ അഡ്രസ്സാണ് കിട്ടിയത്. അവൻ ഡേഞ്ചറസ് ആണെന്നല്ല എനിക്ക് തോന്നിയത്, വൈക പറഞ്ഞു. അവൻ കുറുക്കനാണ്. എൻ്റെ വണ്ടിയിൽ തട്ടിയ ബ്ലാക്ക് സ്കോർപിയോ നൈറ്റ് പെട്രോളിംഗ് ടീം കണ്ടെടുത്തത് ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ്. അതിൻ്റെ നമ്പർ പാലക്കാട് കളക്ടറുടെ വണ്ടിയുടേത്. എൻ്റെ മൊബൈൽ വന്ന ഫോൺ നമ്പറാവട്ടെ കാലിക്കറ്റ് കോർപ്പറേഷനിലെ ഒരു സ്ലീപ്പറുടെ ഡ്യൂപ്ലിക്കേറ്റ് നമ്പറും. ബുദ്ധിപൂർവമാണ് അവൻ്റെ കളി. രാജീവ് നമ്പ്യാർ ഒന്ന് നെടുവീർപ്പെട്ടു. അതെ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ വക്കീലിനെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്. വൈക തുടർന്നു. ഒന്നുകിൽ മിത്രയുടെ ബോഡി മാറ്റിയവൻ, അല്ലെങ്കിൽ ദയയെ കൊന്നവൻ. നടന്നത് ഒരു യാദൃച്ഛിക സംഭവമല്ല, വെൽ പ്ലാൻഡ് ഓപ്പറേഷൻ. വക്കീൽ ശ്രദ്ധിക്കണം. പോലീസിൻ്റെ ശ്രദ്ധ അവനിലെത്താതെ അച്ഛനിലേക്ക് ഒതുക്കുകയാണ് അവൻ്റെ ലക്ഷ്യം. തീർച്ചയായും അച്ഛൻ്റെ ജാമ്യവാദം നടക്കുമ്പോൾ ഇക്കാര്യത്തിൽ വിജിലൻ്റ് ആയിരിക്കണം വക്കീൽ. രാജീവ് ചിരിച്ചു. മാത്രമല്ല, വക്കീൽ സൂക്ഷിക്കണം. വക്കീലിനെ കൊന്നിട്ടായാലും അച്ഛൻ്റെ ജാമ്യം മുടക്കുമെന്ന് അവൻ എന്നോട് പറഞ്ഞു. തൽക്കാലത്തേക്ക് എന്തെങ്കിലും പ്രൊട്ടക്ഷൻ ഏർപ്പാടാക്കുന്നത് നല്ലതാണ്. ഞാൻ തന്നെ വേണമെങ്കിൽ അതിനുള്ള ഏർപ്പാട് ചെയ്യാം. രാജീവ് അല്പം കൂടി ഉറക്കെ ചിരിച്ചു. ഒന്നും വേണ്ട. എൻ്റെ ജീവനെ ഞാൻ ഇന്ന് വരെ ഭയന്നിട്ടില്ല മാഡം. ചിരിയോടെ രാജീവ് എഴുന്നേറ്റു. പോകാം യാത്ര പറയുന്ന മട്ടിൽ. രാജീവിൻ്റെ കാർ ഗേറ്റ് കടന്ന് മറിയുമ്പോൾ രേണുക ഹാളിലേക്ക് വന്നു. ഉണർന്നപാടെ കുളി കഴിഞ്ഞിരുന്നു അവരും. എന്നിട്ടും മുഖത്ത് ഉറക്കച്ചടവുണ്ട്. റോസ് പ്രിൻ്റുള്ള ഒരു ക്രീം നൈറ്റിയായിരുന്നു അവരുടെ വേഷം. അമ്മ ഉണർന്നോ ആൻറ്റി? വൈക ചോദിച്ചു. നല്ല ഉറക്കം. ഉണരട്ടെ. അമ്മയെ ഒരു നല്ല ഡോക്ടറെ കാണിക്കണം. ഞാനതങ്ങോട്ട് പറയാൻ വരികയായിരുന്നു. ഇന്നലെ രാത്രിയിൽ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ദേവികേച്ചി. വൈക ചോദിച്ചു. അങ്കിൾ ഉണർന്നില്ലേ? ഇല്ല. ഉണരുമ്പോൾ പറയണം. മെഡിക്കൽ കോളേജിൽ പോയി അച്ഛനെ ഒന്ന് കണ്ട് സമാധാനിപ്പിക്കണമെന്ന്. ജാമ്യം കിട്ടാനുള്ള ഏർപ്പാട് ചെയ്യുന്നുണ്ടെന്ന് പറയണം. നീ പോകുന്നില്ലേ സത്യേട്ടനെ കാണാൻ? എനിക്ക്
അച്ഛനെ കാണാൻ വയ്യാൻ്റെ. വൈകിയുടെ മുഖത്തൊരു വിഷാദം നിറഞ്ഞു. അവൾ മുറ്റത്തേക്കിറങ്ങി. നീ എവിടെ പോണു മോളെ? SP സാറിനൊന്ന് കാണണം. അമ്മ ഉണരുമ്പോഴേക്കും ഞാൻ തിരിച്ചെത്തും. രേണുക തലയാട്ടി. വൈക മുറ്റത്തേക്കിറങ്ങി. സത്യദാസിൻ്റെ കാറെടുത്ത് അവൾ ഓടിച്ചു പോയി. SP കണ്ട് വൈക തലേന്നുണ്ടായ സംഭവങ്ങൾ ഒന്നുകൂടി ചർച്ച ചെയ്തു. കോട്ടയം മുതൽ കോഴിക്കോട് വരെ വൈകിയുടെ മൂവ്മെൻറ്റ്സ് അവൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അല്ലേ? SP ചോദിച്ചു. അതെ, അങ്ങനെ വേണം കരുതാൻ. മജിസ്ട്രേറ്റിൻ്റെ മകനെ കെട്ടി സുഖമായി ജീവിക്കാൻ പറഞ്ഞ നിലയ്ക്ക് എല്ലാ കാര്യങ്ങളും അവൻ അപ്പോൾ അറിയുന്നവനുമാണ്. അടുത്ത പരിചയമോ ബന്ധമോ ഉള്ളവനാണ്. അതെ, ഏതായാലും വൈക അല്പമൊന്ന് സൂക്ഷിച്ചോളൂ. വൈക ചിരിച്ചു. എനിക്ക് മിത്രയുടെ ലാപ്ടോപ്പ് ഒന്ന് നോക്കിയാൽ കൊള്ളാമെന്നുണ്ട് സാർ, അവൾ പറഞ്ഞു. വൈനോട്ട്? SP ഗൗരവത്തിൽ തുടർന്നു. ആദ്യം മിത്ര ഒളിച്ചോടി നന്നായി, പിന്നെ ഡോക്ടർക്ക് ഒന്നൊന്നായി. രണ്ടിനും മിത്രയുടെ കോളേജുമായോ കോഴിക്കോടുമായോ ബന്ധമുണ്ടെന്ന് നമ്മൾ സംശയിച്ചില്ല. അതുകൊണ്ടാണ് അന്ന് അവിടെ നിന്നും കൊണ്ടുവന്ന ലാപ്ടോപ്പ് നോക്കാഞ്ഞത്. വൈക നോക്കിക്കോളൂ. മിത്രയുടെ പാസ്വേഡ് അറിയാമല്ലോ അല്ലേ? ഈ ലാപ്ടോപ്പ് ഹോസ്റ്റലിലായിരുന്നു. പാസ്വേഡ് അറിയില്ല, എന്നാലും ഞാനൊന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, ക്യാരി ഓൺ. ലാപ്ടോപ്പുമായി വൈക ശാസ്ത്രി റോഡ് വഴി താഴേക്ക് വരുമ്പോൾ ഒരു പെൺകുട്ടി കാറിന് കൈകെട്ടി. അമ്പരപ്പോടെ വൈക വണ്ടി നിർത്തി. പെൺകുട്ടിയെ ശ്രദ്ധിച്ചു നോക്കി. ചിരിച്ചു നിൽക്കുകയാണവൾ. ഒട്ടും പരിചയം തോന്നിയില്ല. സുന്ദരി. ജീൻസും ഡിസൈനർ ടോപ്പും വേഷം. ദയയുടെ പ്രായം കാണും. വൈക സൈഡ് ഗ്ലാസ് താഴ്ത്തി. ഞാൻ കല്യാണി. കല്ലുവെന്ന് വിളിക്കും വൈകേച്ചി. ഡോറിനരികിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് കല്യാണി പറഞ്ഞു. കല്യാണി, അവൾ തിരിച്ചറിഞ്ഞു. കാർത്തികിൻ്റെ അനിയത്തി. വൈകിയുടെ മുഖത്ത് പുഞ്ചിരിയുണ്ടായി. എന്താ ഇവിടെ ഒറ്റയ്ക്ക്? അവൾ ചോദിച്ചു. അവളൊരു കുസൃതി കുട്ടിയാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ വൈകിക്ക് തോന്നി. ഞാൻ ഒറ്റയ്ക്കല്ല, കൂടെ ആളുണ്ട്. കല്യാണി വിരൽ ചൂണ്ടി. പമ്പിൻ്റെ സൈഡിൽ നിൽക്കുന്ന മാരുതി സ്വിഫ്റ്റ്. ആൾ പിണക്കത്തിലെ വൈകേച്ചി. ഇന്നലെ പട്ടിണി, ഇന്ന് പട്ടിണി. ഞാൻ പറഞ്ഞു മടുത്തു. അമ്പാടി വിളിച്ചപ്പോൾ ഒരു ആൻറ്റി പറഞ്ഞു വൈകേച്ചി SP ഓഫീസിലുണ്ടെന്ന്. തിരിച്ചു വരുമ്പോൾ കാണാൻ ഞാൻ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് വന്നതാണ്. വൈകേച്ചി 1 മിനിറ്റ്. അവൾ സ്വിഫ്റ്റിനരികിലേക്ക് ഓടി. ഡോർ തുറന്ന് കാർത്തികിൻ്റെ കൈത്തണ്ടയിൽ പിടിച്ച് കൂട്ടിക്കൊണ്ടുവന്നു. കാർത്തികിൻ്റെ മുഖത്ത് കരുവാളിപ്പ്. കുറ്റബോധമോ പരിഭവമോ ഒക്കെയുണ്ട്. എന്തിനാ പിണങ്ങിയെന്ന് ചോദിക്കു വൈകേച്ചി. ആദ്യം കാണുകയാണെങ്കിലും ഒരുപാട് സ്നേഹത്തോടെയും സ്വാതന്ത്ര്യത്തോടെയും കല്യാണി പറഞ്ഞു. എന്തിനാ പിണങ്ങിയത്? വൈക കാർത്തികിനെ നോക്കി സൗമ്യമായി ചോദിച്ചു. ഞാൻ ഇന്നലെ എത്ര തവണ വിളിച്ചു? കോൾ ഒരിക്കലെങ്കിലും എടുത്തോ? കാർത്തിക് ചോദിച്ചു. മിനിയാന്ന് എന്നെ വിളിക്കാത്തതിൻ്റെ ശിക്ഷ, വൈക പറഞ്ഞു. വൈക ഒട്ടും പിണക്കം ഭാവിച്ചില്ല. ആവൂ. കാർത്തികിൻ്റെ മുഖത്തെ കരുവാളിപ്പ് നീങ്ങി. ഏട്ടനും രശ്മി ചേച്ചിയുമായുള്ള വിവാഹം നിശ്ചയിക്കുന്നുവെന്ന് രശ്മി ചേച്ചിയുടെ അച്ഛൻ പറഞ്ഞത് വൈകേച്ചി വിശ്വസിച്ചു എന്നാണ് ഏട്ടൻ പറയുന്നത്. കല്യാണി വിശദീകരിച്ചു. ഞാൻ വിശ്വസിക്കണമെങ്കിൽ കാർത്തിക് എന്നോടത് നേരിട്ട് പറയണം, വൈക പറഞ്ഞു. കല്യാണിക്ക് ആഹ്ലാദമായി. ഇപ്പം എങ്ങനെ ഇരിക്കുന്നു ഏട്ടാ? ഞാൻ പറഞ്ഞില്ലേ വൈകേച്ചി അങ്ങനെ ആരെങ്കിലും പറയുന്നത് വിശ്വസിക്കില്ലെന്ന്. വൈക ചിരിച്ചു. കല്യാണി കാറിനകത്തേക്ക് കയറി. വൈകിയും അടുത്തിരുന്നു. അവളുടെ തോളിലും കയ്യിലും മുഖത്തുമൊക്കെ തൊട്ടും തലോടിയും പറഞ്ഞു. എനിക്ക് വൈകേച്ചിയെ ഇഷ്ടമായി, ഒത്തിരി ഇഷ്ടമായി. കൂടുതൽ അടുപ്പിക്കില്ലേ വൈക? ഇവൾ വീട്ടിലുണ്ടെങ്കിൽ ചെണ്ടമേളം പോലെയാണ്, സദാ ബഹളം. ഇപ്പോൾ ബാംഗ്ലൂരിലെ ഹോസ്റ്റലിൽ ഇവൾ എങ്ങനെ കഴിയുന്നു എന്നാണ് എനിക്ക് അത്ഭുതം, കാർത്തിക് പറഞ്ഞു. അയാൾ പഴയ ഫോമിലായി കഴിഞ്ഞിരുന്നു. ബാംഗ്ലൂർ ഏത് മെഡിക്കൽ കോളേജിലാണ് കല്യാണി? വൈക ചോദിച്ചു. വിവേകാനന്ദ്. വിവേകാനന്ദിലോ? എൻ്റെ കസിൻ അഖിൽ അവിടെയാണ് ഹൗസ് സർജറി ചെയ്യുന്നത്. എനിക്കറിയാം വൈകേച്ചി. അഖിൽ പ്രതാപല്ലേ? കല്യാണി ഉത്സാഹവതിയായി. അതെ, അറിയോ അവനെ? മലയാളിയല്ലേ വൈകേച്ചി? അതും കോട്ടയം. അറിയാണ്ട് വരുമോ? ഇവൾ ആരെയും തോണ്ടി പരിചയപ്പെടുത്തുന്ന താരമാണ്, കാർത്തിക് പറഞ്ഞു. അതല്ല വൈകേച്ചി, ഹോസ്പിറ്റലിലെ പ്രാക്ടീസിന് ഞങ്ങൾ ഒരേ ടൈമിലുണ്ടാവും, അതുകൊണ്ട് എന്നും കാണും. കല്യാണി ചിരിച്ചു. എന്നിട്ട് ചോദിച്ചു. ആൾ നല്ല തമാശക്കാരനാണ്. അഖിലേട്ടനിലിപ്പോൾ പുതുപ്പള്ളിയിലെ വീട്ടിലാണോ അതോ വൈകേച്ചിയുടെ വീട്ടിലുണ്ടോ? അവൻ ഇവിടെയല്ലല്ലോ, പിറ്റേന്ന് തന്നെ ബാംഗ്ലൂരിലേക്ക് മടങ്ങിപ്പോയല്ലോ. ബാംഗ്ലൂരോ? കല്യാണി അമ്പരന്നു. മരണം പറഞ്ഞ് അന്നിങ്ങോട്ട് പോന്നിട്ട് അഖിലേട്ടൻ മടങ്ങി വന്നിട്ടില്ല വൈകേച്ചി. വൈകയുടെ കണ്ണുകൾ കുറുങ്ങി. ഉറപ്പാണോ കല്യാണി? അതെ, ഞാൻ അന്വേഷിച്ചു. അഖിലേട്ടൻ തിരികെ ബാംഗ്ലൂർ എത്തിയിട്ടില്ല. വൈകിയുടെ മിഴികളിൽ അന്നത്തെ സംഭവം ഓർമ്മ വന്നു. അമ്പാടിയിലെ 2ാം നിലയിലേക്ക് അഖിൽ ഓടിക്കയറിയത്. ദയയില്ലാതെ ജീവിക്കണ്ടെന്ന് പറഞ്ഞത്.
അവൻ ബാംഗ്ലൂരേക്ക് മടങ്ങിയെന്നാണ് രേണുകാൻറ്റി പറഞ്ഞത്. പോകുന്ന വഴിക്ക് എന്തെങ്കിലും അബദ്ധം? ഈശ്വര, വൈകയ്ക്ക് പേടി കൊണ്ട് കണ്ണു പുകഞ്ഞു. അധ്യായം 2. എന്താ വൈക, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വൈകയുടെ മുഖത്ത് പരിഭ്രാന്തി കണ്ട് കാർത്തിക് ചോദിച്ചു. പ്രശ്നമുണ്ടോയെന്ന് ചോദിച്ചാൽ വൈക പരവശയായി. അഖിൽ ബാംഗ്ലൂരിലേക്ക് മടങ്ങിപ്പോയതാണ്. അവിടെ എത്തിയിട്ടില്ലെന്ന് പറയുമ്പോൾ അയ്യോ, അവന് പിന്നെ എന്തു പറ്റി? കല്യാണി അന്താളിച്ചു. അവൻ വല്ലാത്ത ഷോക്കിലായിരുന്നു. കല്യാണി ഇവിടെ എത്തിക്കഴിഞ്ഞാണ് അവൻ ദയയുടെ ദുരന്തം അറിഞ്ഞത്. അവർ തമ്മിൽ പ്രണയത്തിലായിരുന്നു. അവൻ്റെ ഹൗസ് സർജൻസി കഴിഞ്ഞിട്ട് അവരുടെ വിവാഹം നടത്താനിരുന്നതാണ്. പക്ഷേ എല്ലാം തകർന്നപ്പോൾ അവന് താങ്ങാനായില്ല. അന്ന് അവൻ്റെ വീടിൻ്റെ ടെറസിൽ നിന്നും ചാടാനൊരുങ്ങി. ചിന്താശേഷിയോ വിവേകമോ ഇല്ലാത്തവനെ പോലെയായിരുന്നു അവനപ്പോൾ. കഷ്ടിച്ചാണല്ലോ രക്ഷിച്ചത്, വൈക പറഞ്ഞു. അവൻ ബാംഗ്ലൂരിലെത്തിയിട്ടില്ലെങ്കിൽ ഈശ്വര, പോയ വഴിക്ക് വല്ല അബദ്ധവും ചെയ്താണെന്നാണ് എൻ്റെ ഭയം. ഇങ്ങനെ നെഗറ്റീവായി പറയില്ല വൈകേച്ചി. കല്യാണിക്കും ഭീതിയായി. കുറച്ച് ദിവസമായി സംഭവിക്കുന്നതെല്ലാം നെഗറ്റീവാണ് മോളെ. അതുകൊണ്ടെനിക്ക് അങ്ങനെയേ ചിന്ത വരുന്നുള്ളൂ, വൈക പറഞ്ഞു. ദയ നഷ്ടപ്പെട്ടതിൻ്റെ സങ്കടത്താൽ റൂമിനുള്ളിൽ വെറുതെ ചടഞ്ഞുകൂടുകയാണെങ്കിലോ? കാർത്തിക് ചോദിച്ചു. കല്ലു കണ്ടില്ലെന്ന് വെച്ച് അവൻ ബാംഗ്ലൂരിൽ ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ഒന്ന് വിളിച്ചു നോക്കാം, വൈക പറഞ്ഞു. ഇവിടുത്തെ പ്രശ്നങ്ങൾ ദിവസം തോറും കോംപ്ലിക്കേറ്റഡ് ആവുകയാണ്. അതിനിടെ അവനെ ഒന്ന് വിളിച്ച് ആശ്വസിപ്പിക്കാൻ പോലും ഞാൻ മറന്നു കാർത്തിക്. അവൾ മൊബൈലിൽ അഖിലിൻ്റെ നമ്പർ സെർച്ച് ചെയ്യുമ്പോഴേക്കും കല്യാണി ബാംഗ്ലൂർ വിവേകാനന്ദയിലെ ഹൗസ് സർജൻസിക്കാരുടെ ഹോസ്റ്റലിലേക്ക് വിളിച്ചു കഴിഞ്ഞിരുന്നു. വാർഡൻ രാഘവ നായ്ക്ക് കോൾ അറ്റൻഡ് ചെയ്തു. കന്നഡയിലാണ് കല്ല് സംസാരിച്ചത്. കോള് കട്ടാക്കിയിട്ട് അവൾ പറഞ്ഞു, ഞാൻ പറഞ്ഞത് തന്നെയാണ് ശരി. അഖിലേട്ടൻ നാട്ടിലേക്ക് പോയിട്ട് മടങ്ങി ചെന്നിട്ടില്ല. കല്യാണി തുടർന്നു. ഇവിടുത്തെ സംഭവങ്ങൾ അവരും അറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് അഖിലേട്ടൻ തിരിച്ചെത്താത്തതെന്നാണ് അവർ പറയുന്നത്. പക്ഷേ വൈകയ്ക്ക് കൂടുതൽ തളർച്ച തോന്നി. അവൾ വിയർത്തു. അന്ന് 2ാം നിലയിൽ നിന്നും ചാടാനൊരുങ്ങിയതാണ് നിങ്ങൾ തടഞ്ഞെന്നല്ലേ പറഞ്ഞത്? കാർത്തിക് ചോദിച്ചു. ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് പരാജയപ്പെട്ട നിലയ്ക്ക് വീണ്ടും അതിന് ശ്രമിക്കുമെന്ന് കരുതണ്ട. അങ്ങനെ എന്തെങ്കിലും നടന്നതായി ഒരു സൂചനയും കിട്ടിയിട്ടുമില്ലല്ലോ ഒരിടത്തു നിന്നും. വൈക നിശബ്ദയായി കേട്ടു. വീട്ടിലും മെഡിക്കൽ കോളേജിലുമല്ലാതെ മറ്റെങ്ങോട്ടെങ്കിലും മാറി നിന്നതാകും മനസ്സൊന്ന് നോർമലാവാൻ. അത് കഴിയുമ്പോൾ ആളിങ്ങ് വന്നോളും വൈക. നമുക്ക് പോസിറ്റീവായി മാത്രം ചിന്തിക്കാം. വൈക പെട്ടെന്ന് മൊബൈലിൽ അഖിലിൻ്റെ നമ്പർ എടുത്തു. ഡയൽ ചെയ്തു. അത് പക്ഷേ ഓഫായിരുന്നു. ഇനി അപർണയോടൊന്ന് ചോദിക്കാം. അവളോട് പറയാതെ അവനെങ്ങും പോകാൻ സാധ്യതയില്ല. വൈക അഖിലിൻ്റെ അനിയത്തിയുടെ നമ്പറിലേക്ക് വിളിച്ചു. അവളും ബാംഗ്ലൂരിലാണ് പഠിക്കുന്നത്. അത് സ്വിച്ച് ഓഫ്. അവർക്കിപ്പോൾ ക്ലാസ് ടൈമാണ് വൈകേച്ചി. മൊബൈൽ ക്ലാസ്സിൽ കൊണ്ടുപോകാൻ പറ്റില്ല, വളരെ സ്ട്രിക്റ്റാണ്, കല്യാണി പറഞ്ഞു. വൈകി ഒരു കാര്യം ചെയ്യും, എസ് പിയോട് വിവരം പറയൂ, ഒരു സെർച്ച് നടത്തട്ടെ, കാർത്തിക് അഭിപ്രായപ്പെട്ടു. ഞാൻ ആൻറ്റിയെയും അങ്കിളിനെയും കാണട്ടെ. അവൻ മാറി നിൽക്കുകയാണെങ്കിൽ അവരോട് പറയാതിരിക്കില്ലല്ലോ. അത് ശരിയാണ്, അതറിഞ്ഞിട്ട് എസ് പിയോട് പറഞ്ഞാൽ മതി, കാർത്തിക് സമ്മതിച്ചു. വൈക വേഗം കാർ സ്റ്റാർട്ടാക്കി. അതോടെ കല്യാണി കാറിനുള്ളിൽ നിന്ന് ഇറങ്ങി. ആ കാർ അകലം അറിയുന്നത് ഇരുവരും നോക്കി നിന്നു. ഫോട്ടോയിൽ കണ്ടതിനേക്കാൾ ഒരുപാട് സുന്ദരിയാണ് വൈകേച്ചി. ആ രശ്മി ചേച്ചിയേക്കാൾ ഭംഗിയുണ്ട്, കല്യാണി പറഞ്ഞു. പോലീസുകാരിയാന്ന് പറയുകയില്ല. കുളിച്ച് ഈറനോടെ അമ്പലത്തിൽ തൊഴുതു നിൽക്കുന്ന ഒരു നമ്പൂതിരിക്കുട്ടി, അത്ര തന്നെ. കാർത്തികിൻ്റെ ഹൃദയം അത് ഏറ്റുപറഞ്ഞു. ഇങ്ങനെ തൊഴുതു നിൽക്കുന്ന നമ്പൂതിരിക്കുട്ടിയല്ല, തൊഴാൻ തോന്നുന്ന ഒരു ദേവി തന്നെ. എന്തു വന്നാലും എനിക്കിവിടെ നഷ്ടപ്പെടരുത്. വൈക അമ്പാടിയിലെത്തുമ്പോൾ മെഡിക്കൽ സെൻ്ററിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തു തന്ന ഈശ്വരിയെയും കൊണ്ട് സാജനും സാവിത്രിയും കാറിൽ വന്നിറങ്ങിയായിരുന്നു. ഈശ്വരിക്ക് നല്ല ക്ഷീണം, തളർന്നു പോയിരിക്കുന്നു അവർ. മകളുടെ കൈകളിൽ പിടിച്ച് അകത്തേക്ക് കയറുമ്പോഴാണ് അവർ വൈകിയെ കണ്ടത്. മോളെ, എനിക്കെൻ്റെ മോനെ ഒന്ന് കാണണം, നീ എന്നെ അവൻ്റെ അടുത്തേക്കൊന്ന് കൊണ്ടുപോടി. ഈശ്വരി കരയാൻ തുടങ്ങി. വൈക അച്ചമ്മയെ തലോടി. അവരുടെ വലതുകരം പിടിച്ചുകൊണ്ട് പറഞ്ഞു, കൊണ്ടുപോകുക അച്ചമ്മേ. ദേവിക മോളെന്തിയടി, എനിക്ക് അവളെ ഒന്ന് കാണണം. പാവം, എല്ലാ സങ്കടവും കൂടി സഹിക്കാൻ ത്രാണിയില്ലാതെ അതിൻ്റെ ഓർമ്മ പോയോ? അമ്മയൊന്ന് പതുക്കെ പറ, ദേവികേച്ചി കേൾക്കും, സാവിത്രി പറഞ്ഞു. എനിക്ക് സഹിക്കാൻ മേലടി, ഇതൊന്നും കാണാനിട്ട് കൊണ്ട് ദൈവം എന്നെ അങ്ങ്
വിളിച്ചോണ്ടാ മതിയായിരുന്നു. വീണ്ടും എണ്ണിപ്പെറുക്കി കരഞ്ഞുകൊണ്ട് ഈശ്വരി വീട്ടിനുള്ളിലേക്ക് കയറി. ദേവിക മേരിയോടൊപ്പം അടുക്കളയിലാണ്. എണീറ്റ പാടെ ഇന്നും കുളിച്ചു. പിന്നെ പട്ടുസാരി ധരിച്ചു. ഇന്നും സദ്യ ഉണ്ടാക്കുകയാണ്. ഇന്നും മിത്രയുടെ പിറന്നാളാണ്. സാമ്പാറിന് കടുക് താളിക്കുമ്പോഴാണ് ഹാളിൽ ഈശ്വരിയുടെ ശബ്ദം കേട്ടത്. ദേവിക ഹാളിലേക്ക് വന്ന് ഈശ്വരിയുടെ മുറിയിലേക്ക് കയറി. അവരുടെ മുഖത്തെ ധീനഭാവവും തലയിലെ ബാൻഡേജും കണ്ടപ്പോൾ ദേവികയ്ക്ക് ഓർമ്മ വന്നു. അവർ സ്റ്റെയർ കേസിനരികിൽ വീണതും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതൊക്കെ. മോളെ, ഈശ്വരി ദേവികയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഒരു തെറ്റും ചെയ്യുകയല്ലാത്ത നിനക്കിത് എന്തൊരു ദൈവശിക്ഷയാണോ? 2-3 ദിവസം കഴിയുമ്പോൾ അമ്മയുടെ തലേന്ന് കെട്ടങ്ങഴിച്ച് കളയും. അമ്മ പഴയപടിയായിരിക്കും. അമ്മ ഒട്ടും വിഷമിക്കണ്ട കേട്ടോ. ഈശ്വരി ദേവികയെ മിഴിച്ചു നോക്കി. ദേവിക അപ്പോഴും ചിരിച്ചു. അമ്മ കണ്ടില്ലേ, സതിയും പിള്ളേരും ദുബായിൽ നിന്ന് വന്നു. മിത്രയുടെ പിറന്നാൾ കൂടാൻ വന്നതാ. ദയയും കുട്ടി സത്യേട്ടൻ ഇപ്പോൾ വരും. ദേവിക പെട്ടെന്ന് ചാടി എണീറ്റു. അയ്യോ, കടുക് താളിക്കാൻ എണ്ണ അടുപ്പത്ത് വെച്ചിരിക്കുകയാണേ. ഈശ്വര, അതിപ്പോൾ കരിഞ്ഞിട്ടുണ്ടാവും. കൊണ്ടുപോകണം. ഡോക്ടറെ കണ്ട മരുന്ന് വാങ്ങിയിട്ട് ഞങ്ങളും പുതുപ്പള്ളിക്ക് കൊണ്ടുപോയിക്കോളാം. സത്യേട്ടൻ വരുമ്പോഴേക്ക് തിരിച്ചു കൊണ്ടുവന്നാൽ മതിയെന്നാണ് പ്രതാപേട്ടൻ പറയുന്നത്. വൈക കണ്ണിമയ്ക്കാതെ രേണുകയെ നോക്കി. ഇവിടെ കണ്ടില്ലേ, ആൾക്കൂട്ടവും ബഹളമൊക്കെയാണ്. ഞങ്ങളുടെ ഇവിടെ നിന്നാലത് പ്രശ്നമാകുകയുള്ളൂ. സാവിത്രിയുടെയും സതിയുടെയും സ്വഭാവം അറിയാലോ. നിനക്കാണെങ്കിൽ ഈ ഓട്ടത്തിനിടയിൽ ഒന്നിനും സമയം കിട്ടില്ല, രേണുക പറഞ്ഞു. അല്ല, ആൻറ്റിക്കും അങ്കിളിനും ഉടനെ പോകണോ? അവിടെ ഇപ്പോൾ അകില് പോലും ഇല്ലല്ലോ. പിന്നെന്താ തിടക്കം? ഞാൻ പറഞ്ഞല്ലോ, അവിടെ ആരും ഉണ്ടായിട്ടില്ല മോളെ. അകില് ബാംഗ്ലൂർ എത്തിയിട്ട് വിളിച്ചോ? വൈക വിഷയത്തിനൊരു പഴുതുണ്ടാക്കി. വിളിച്ചു, രേണുക പറഞ്ഞു. അവൻ്റെ സങ്കടമൊക്കെ പോയോ? അവൻ്റെ സങ്കടം അതിന് ഉടനെ പോവോ മോളെ? രേണുകയ്ക്ക് കണ്ണു നിറഞ്ഞു. അവൻ വിഷമിച്ചിരിക്കരുത്. ഹോസ്പിറ്റലിൽ ചെന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറയണം. അവൻ പ്രാക്ടീസിന് പോകുന്നുണ്ട് വൈക. ഇന്നലെയും അവൻ എന്നെ വിളിച്ചിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന്, രേണുക പറഞ്ഞു. വൈകയുടെ കണ്ണുകൾ കുറുകി. അഖിൽ ഇന്നും വിളിച്ചോ? വിളിച്ചില്ല പ്രതാപേട്ട, മൊബൈലിലേക്ക്. 2 നേരം അവൻ വിളിക്കും. അങ്കിൾ അവിടെ? വൈക അന്വേഷിച്ചു. മുകളിലെ ബാൽക്കണിയിലുണ്ട്. വൈക സ്റ്റെയർ കേസ് കയറി മുകളിൽ ചെന്നു. ഓപ്പൺ ബാൽക്കണിയിൽ ഒരു ഈസി ചെയറിൽ ചാരിക്കിടക്കുന്നു പ്രതാപൻ. നോട്ടം താഴെയുള്ള പറമ്പിലെ പുതിയ മൺകൂനിൽ. അങ്കിൾ. വൈക അടുത്തു നിന്നു. പ്രതാപൻ തിരിഞ്ഞു നോക്കി. അങ്കിൾ എന്താ തനിച്ചിവിടെ? ഞാൻ. ഒരു ദീർഘനിശ്വാസത്തോടെ അയാൾ എഴുന്നേറ്റു. ഞാൻ ദഹമോളെക്കുറിച്ച് ഓർക്കുമായിരുന്നു, എൻ്റെ മോനെക്കുറിച്ച്. അവർ തമ്മിൽ എന്തൊരു സ്നേഹമായിരുന്നു. അഖിൽ വിളിച്ചെന്ന് ആൻറ്റി പറഞ്ഞു. അവൻ നമ്പറിൽ നിന്നും തന്നെയാണ് വിളിച്ചത്. ഞാൻ വിളിച്ചിട്ട് സ്വിച്ച് ഓഫാണ്, വൈക പറഞ്ഞു. അത് സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുക മോളെ. അതിൽ ദയയുടെ ഒരുപാട് ഓർമ്മകളുണ്ടത്രേ. ഇപ്പോഴത്തെ കുട്ടികളല്ലേ, ഫോട്ടോകളും മെസ്സേജുകളും മറ്റ് ഡീറ്റെയിൽസും ഒക്കെ കാണും. അതിൻ്റെ സ്ക്രീനിൽ പോലും അവളുടെ മുഖമല്ലേ. പ്രതാപൻ തുടർന്നു. മൊബൈൽ കാണുമ്പോൾ തന്നെ സങ്കടം അത്രേ. അതുകൊണ്ട് അവനിപ്പോൾ വിളിക്കുന്നത് ലാൻഡ് ഫോണിൽ നിന്നാണ്, പുറത്തു നിന്നും. പ്രതാപൻ തൻ്റെ മൊബൈലെടുത്ത് റിസീവ്ഡ് കോൾ ലോഗ് നോക്കി വൈകയെ കാണിച്ചു. 08 കോഡിൽ വന്ന നമ്പർ. രാവിലെ ബാംഗ്ലൂരിൽ നിന്നും തന്നെയാണ് വിളിച്ചിരിക്കുന്നത്. പക്ഷെ കല്യാണി പറഞ്ഞത്, ഹോസ്റ്റൽ വാർഡൻ പറഞ്ഞത്. പ്രതാപൻ അവളെ സൂക്ഷിച്ചു നോക്കി. എന്താ മോളെ? വൈകുന്നേരം ചിലപ്പോൾ അവൻ വിളിക്കും. എന്തെങ്കിലും പറയാനാണെങ്കിൽ പറയും, ഞാൻ അറിയിച്ചോളാം, അയാൾ പറഞ്ഞു. അങ്കിൾ അറിയിക്കണ്ട, കോൾ എനിക്ക് തന്നാൽ മതി, ഞാൻ പറഞ്ഞോളാം. ശരി. വൈക ഒരു നിമിഷം കൂടി നിന്നു. പിന്നെ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് പോയി. അമ്മ ഏതെങ്കിലും സൈക്കോളജിസ്റ്റിനെ കാണിക്കണം. ഡോക്ടർ സ്റ്റാലിൻ ജോർജ് വിദഗ്ധനായ സൈക്കോളജിസ്റ്റാണ്. സ്വന്തം വീടിനോട് ചേർന്ന് തന്നെയാണ് ക്ലിനിക്കും. അമ്മയുടെ വിവരം പറഞ്ഞ് വൈക ഒരു അപ്പോയിൻമെൻറ്റ് വാങ്ങി. മിത്രയുടെ പിറന്നാളിന് കേക്ക് വാങ്ങാനെന്ന് പറഞ്ഞ് ദേവിയെയും കൂട്ടി ഇറങ്ങി. കേക്ക് ആദ്യം തന്നെ വാങ്ങുകയും ചെയ്തു. എന്നിട്ടാണ് ഡോക്ടർ സ്റ്റാലിൻ ജോർജിൻ്റെ വീട്ടിലേക്ക് പോയത്. എൻ്റെ കൂട്ടുകാരിയുടെ വീടാ, ഞങ്ങളൊന്നിച്ച് പഠിച്ചതാ. ഒന്ന് കയറിയിട്ട് പോകാം വൈക, രേണുകയാണ് പറഞ്ഞത്. വൈക അത് ശരിവെച്ചപ്പോൾ ദേവിക സംശയിച്ചില്ല. ഡോക്ടറുടെ ഭാര്യ ലിസയും ഡോക്ടറാണ്, ഒപ്താൽമോളജിസ്റ്റ്. മുൻകൂട്ടി കാര്യങ്ങൾ പറഞ്ഞിരുന്നതുകൊണ്ട് ഡോക്ടർ സ്റ്റാലിനും ഭാര്യയും സൗഹൃദം നിറഞ്ഞ സ്വീകരണമാണ് നൽകിയത്. കൂൾ ഡ്രിങ്ക്സ് കഴിച്ചുകൊണ്ട് 2 ഡോക്ടർമാരും ഒരുമിച്ചിരുന്ന് സംസാരിച്ചു. ഏറെയും ദേവികയോട്.
സംസാരത്തിനിടയിൽ ദേവികയെയും രേണുകയും മുറ്റത്തേക്ക് നയിച്ചു. ഡോക്ടർ ലീസ. ഡോക്ടർ സ്റ്റാലിൻ ആ സമയത്ത് വൈകിയോട് സംസാരിച്ചു. ഒന്നും ഭയപ്പെടാനില്ല മാഡം. നടന്ന ദുരന്തങ്ങളോട് മെൻ്റലി പൊരുത്തപ്പെടുവാൻ അവർക്കാവുന്നില്ല. അതിൻ്റെ ബുദ്ധിമുട്ടുകളാണ്. ഡോക്ടർ സത്യദാസ് വന്നാൽ അതോടെ നോർമലാവും. അവർക്ക് വേണ്ടത് ഭർത്താവിൻ്റെ സാമീപ്യമാണ്. ഡോക്ടറുടെ വാക്കുകൾ വൈകിയിൽ ആശ്വാസം പകർന്നു. പ്രതീക്ഷയോടാണ് അവൾ അമ്മയും കുട്ടി മടങ്ങിയത്. വിൻസെൻ്റ് തോമസ്, ഡിസ്ട്രിക്ട് സൂപ്രണ്ട് ഓഫ് പോലീസ്, കോട്ടയം. ഗേറ്റിങ്ങിലെ നെയിം ബോർഡ് വായിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് രാജീവ് നമ്പ്യാർ SP-യുടെ വീടിൻ്റെ മുറ്റത്ത് കാർ നിർത്തി ബെല്ലടിച്ചു. ഉച്ചയൂണ് കഴിഞ്ഞ് എഴുന്നേറ്റ SP രാജീവിനെ കണ്ടു. എന്താണ് വക്കീലത്തിലെ? ചിരിയോടെയാണ് സ്വാഗതം. കയറി വാടോ. സ്വീകരണ മുറിയിലേക്കാണ് ക്ഷണം. രാജീവിന് ആശ്വാസമായി. സൗഹൃദം വിട്ടിട്ടില്ല. സ്വതന്ത്രമായി സംസാരിക്കാം. രാജീവ് ഹാളിലേക്ക് കയറി. SP ചൂണ്ടിക്കാട്ടി സോഫയിലിരുന്നു. ഊണ് കഴിഞ്ഞ് ഡൈനിങ് ടേബിളിൽ നിന്നും പ്ലേറ്റുകളും മറ്റും എടുത്തു മാറ്റുകയാണ് SP-യുടെ ഭാര്യ ഡെല്ല. അവരൊന്നും മന്ദഹസിച്ചു. രാജീവ് തിരിച്ചു. സാർ, ഞാൻ വന്നത്. രാജീവ് പുഞ്ചിരിയോടെ ആരംഭിച്ചു. വിഷയം മനസ്സിലായി. SP ചിരിയോടെ തന്നെ പറഞ്ഞു. തൻ്റെ ഉദ്ദേശം മാത്രം പറഞ്ഞാൽ മതി വക്കീലെ. സാർ, എനിക്ക് പറയാനുള്ളത് ഡോക്ടറുടെ അവസ്ഥയെക്കുറിച്ചാണ്. അയാളുടെ അവസ്ഥയെക്കുറിച്ച് എനിക്കറിയാവുന്നതിലും അപ്പുറം വക്കീലിന് എന്തുകൊണ്ട് പറയാൻ? SP വീണ്ടും ചിരിച്ചു. അബദ്ധത്തിൽ ഡോക്ടർ ഒരു കൊല ചെയ്തു പോയി. അദ്ദേഹത്തിൻ്റെ ഒരു മുൻ ഹിസ്റ്ററിയൊക്കെ നമ്മൾ കണക്കെട്ടിലെടുക്കണമല്ലോ. SP-ക്ക് മൗനം. അല്ല, നാളെ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യുമെന്ന് പറഞ്ഞു. നാളെ തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്ന് അറിയണമെന്ന് കരുതി. SP-യുടെ മുഖത്തൊരു ചിരിയുണ്ടായി. തന്നെ പരിഹസിക്കുകയാണെന്ന് രാജീവിന് മനസ്സിലായതായി ഭാവിച്ചില്ല. ഇതറിയാൻ വേണ്ടി മാത്രമാണോ നട്ടുച്ചയ്ക്ക് വെയിലും കൊണ്ട് വക്കീൽ വന്നത്? SP ചോദിച്ചു. എന്ന് ചോദിച്ചാൽ രാജീവ് നിർത്തി. കക്ഷികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി താൻ എന്ത് കളിയും കളിക്കുമെന്ന് എനിക്കറിയാറില്ലടോ വക്കീലെ. SP ഉറക്കെ ചിരിച്ചു. അയാളെ ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് മടക്കിക്കൊണ്ടു പോകരുത്. ലോക്കപ്പിൽ ഒരു നിമിഷം പോലും ഇരുത്തരുത്. കൈവിലങ്ങിട്ട് തെളിവെളുപ്പിന് കൊണ്ട് നടക്കരുത്. അതായത് ഹോസ്പിറ്റലിൽ നിന്ന് നേരിട്ട് കോടതിയിൽ എത്തിച്ചു കിട്ടണം. ഇതല്ലേ ആവശ്യം? ഹേയ്, രാജീവ് വെറുതെ തർക്കിച്ചു. എടാ വക്കീലേ, അയാളുടെ പഴയ ഹിസ്റ്ററി നമ്മൾ നോക്കണ്ട. പുതിയത് നോക്കിയാൽ മതി. ഒരു കൊല നടന്നു, അതും സ്വന്തം മകളെ. അത്യന്തം ഗൗരവത്തിലായിരുന്നു SP. പ്രിയമുള്ളവരെ, നമ്മുടെ പുതിയ നോവലിൻ്റെ ആദ്യത്തെ പാർട്ട് ഇവിടെ തുടരുകയാണ് കേട്ടോ. നാളെ ഇതിൻ്റെ അടുത്ത അധ്യായമായിട്ട് നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. എല്ലാ സൗഹൃദങ്ങൾക്കും ഒത്തിരി സന്തോഷത്തോടെ നാളെ വീണ്ടും കണ്ടുമുട്ടും എന്നുള്ള പ്രതീക്ഷയിൽ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട്. ശുഭദിനം.